ശശി തരൂരിനെ പിടിച്ചുകെട്ടിയേ മതിയാകൂ. അല്ലെങ്കിൽ മോദിയോടുള്ള ആരാധന മൂത്ത് ഈ വിശ്വപൗരൻ ചെയ്യുന്നതിനും പറയുന്നതിനും വിളിച്ചു കൂവുന്നതിനും യാതൊരു പരിധിയും ഉണ്ടാവില്ല. ഇവിടെ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് രാഹുൽ എന്ന പ്രതിപക്ഷ നേതാവിന് അത് വലിയ തലവേദനയുമാണ്. കാരണം ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞുകയറി നമ്മുടെ സഹോദരങ്ങളെ വെടിവെച്ചിട്ട ഭീകരവാദികൾ പൈൻമരക്കാടുകളിലേക്ക് ഓടി മറഞ്ഞിട്ട് നമുക്കിന്നും പിടികൂടാനായിട്ടില്ല. പാകിസ്ഥാനെ ഭീകര കേന്ദ്രങ്ങളിൽ പോയി വെടിവെച്ചു എന്ന് മോദി സർക്കാർ അവകാശപ്പെടുമ്പോഴും നമ്മുടെ മണ്ണിൽ വന്ന് ആക്രമണം അഴിച്ചുവിട്ട ഒറ്റ ഒരു ഭീകരവാദിയെ പോലും പിടികൂടാൻ നമുക്കായിട്ടില്ല. മോദി ഭരണകൂടത്തിന് കീഴിലുള്ള ഇന്റലിജൻസ് സംവിധാനത്തിന് അവർ എവിടെയെന്ന് പോലും കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല? ഉത്തരമില്ല. ദുർഘടം പിടിച്ച സമയത്ത് എല്ലാ വിഭാഗീയതയും മറന്നുകൊണ്ട് മോദി സർക്കാരിൽ പൂർണ്ണ വിശ്വാസവും അർപ്പിച്ചവരാണ് ഈ രാജ്യത്തെ എല്ലാ പാർട്ടികളും. എന്നാൽ 13 രാജ്യങ്ങളിലേക്ക് 7 സംഘങ്ങളിലായി 55 അംഗങ്ങളെ അയച്ച മോദി സർക്കാർ പാകിസ്ഥാനെ പാഠം പഠിപ്പിച്ചു മുട്ടുകുത്തിച്ചു എന്നൊക്കെ വീമ്പ് പറയുന്നുണ്ട്. എന്നാൽ ഇന്ത്യക്കകത്ത് നിന്നുകൊണ്ട് ഇവിടത്തെ പാർലമെന്റ് വിളിച്ചുകൂട്ടി വിശദീകരിക്കാൻ മോദിക്കായിട്ടില്ല. പാകിസ്ഥാനുമായി യുദ്ധത്തിലേക്ക് എന്ന ഘട്ടമെത്തിയപ്പോൾ ചേർന്ന സർവകക്ഷി യോഗത്തിൽ പോലും ഈ മോദി പങ്കെടുത്തിട്ടില്ല. ഈ സംഘർഷത്തിൽ നമ്മുടെ എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടമായി എന്ന് രാഹുൽ ഗാന്ധി ആവർത്തിച്ച് ചോദിച്ചു. രാജ്യത്തെ പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യമാണ്. പക്ഷേ ആ ചോദ്യം കേട്ടിട്ടേയില്ല എന്ന മട്ടിലാണ് മോദി പെരുമാറിയത്. അവിടെ BJP രാഹുലിനെ പിടിച്ച് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയാക്കി കളിയാക്കുകയായിരുന്നു. പക്ഷേ അപ്പോഴും രാജ്യത്തിന്റെ സൈനിക മേധാവി ഏതോ മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞു, നമ്മുടെ വിമാനങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന്. തീർന്നില്ല. ലോകരാജ്യങ്ങളെ മുഴുവൻ നമ്മൾ പാകിസ്ഥാനെതിരെ നിലപാടെടുക്കാനും കടുപ്പിക്കാനും വേണ്ടിയിട്ടാണ് പ്രതിനിധി സംഘത്തെ അയച്ചത് എങ്കിലും ഇസ്രായേൽ ഒഴികെ ഒരു രാജ്യം പോലും നമുക്കനുകൂലമായ നിലയിൽ ഒരു നിലപാട് പോലും പറഞ്ഞിട്ടില്ല. യുദ്ധത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് യുദ്ധം വേണ്ട നിങ്ങൾ സമവായത്തിലൂടെ കാര്യങ്ങൾ നീക്കൂ എന്ന് പറയുകയല്ലാതെ ഇന്ത്യയുടെ അവസ്ഥ മനസ്സിലായി, പാകിസ്ഥാൻ ചെയ്തത് തെറ്റ്, അവർ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് ഒരു രാജ്യം പോലും ഇന്ത്യക്ക് അനുകൂലമായി പറഞ്ഞുകൊണ്ട് പൊതുമധ്യത്തിൽ വന്നിട്ടില്ല. ഒരു സുപ്രധാന കാര്യം കൂടിയുണ്ട്. ഈ സന്ദർശനം നടക്കുന്ന വേളയിലാണ് UN സെക്യൂരിറ്റി കൗൺസിലിന്റെ ഉപസമിതിയുടെ വൈസ് ചെയർമാൻ പദവിയിൽ പാകിസ്ഥാൻ വരുന്നത്. ഈ സമിതി എന്ന് പറയുന്നത് ഭീകരവിരുദ്ധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ പാകിസ്ഥാനെതിരെ ഒരു നിലപാടെടുക്കാനോ ആ നിലപാടിനെ നടത്തിയെടുക്കാനോ നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമായ മറ്റു രാജ്യങ്ങളെ നമ്മളോട് ചേർത്ത് നിർത്താനോ നമുക്കായിട്ടില്ല. പക്ഷേ ഈ പ്രതിനിധി സംഘത്തെ അയച്ചതുകൊണ്ട് എന്തു ഗുണം? പിന്നെ എല്ലാ രാജ്യക്കാരും ഞങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്തു എന്ന് തരൂർ വിളിച്ചു പറയുന്നതിന്റെ അർത്ഥം എന്താണ്? എന്തിന്? നമുക്കെന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ തൊട്ടടുത്തുള്ള ചൈന, ഭൂട്ടാൻ, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ തുടങ്ങി നമ്മുടെ അയൽ രാജ്യം പോലും നമുക്കൊരു സപ്പോർട്ടിനായിട്ടില്ല. എല്ലാവരോടും നമ്മൾ അകൽച്ചയിലാണ്. ചൈന പാകിസ്ഥാനെയാണ് പിന്തുണയ്ക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ നയതന്ത്ര ബന്ധം അത്ര മോശമാണ്. ഇതൊക്കെ ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും ചോദ്യം ചെയ്യുമ്പോഴാണ് BJP നൽകുന്ന വലിയ കസേരയും സ്വപ്നം കണ്ട് ശശി തരൂർ വിലങ്ങുതടിയായി നിൽക്കുന്നത്. ബുദ്ധിജീവി എന്ന് അവകാശപ്പെടുന്ന തരൂർ ഒന്നിരുന്ന് ചിന്തിച്ചാൽ മോദി നയതന്ത്രത്തിലെ വിള്ളലുകളും വിടവുകളും കണ്ടെത്താനാവും. അതും മനസ്സിലാക്കി കൊടുക്കാനാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് പടം മുഴുവനും ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇന്ത്യൻ പ്രതിനിധി സംഘത്തിൽ ശശി തരൂരിനോടൊപ്പം ജോൺ ബ്രിട്ടാസും ഉണ്ടായിരുന്നു. മോദിക്കെതിരെ ഈ വിഷയത്തിൽ നിലപാട് പ്രഖ്യാപിക്കേണ്ട ബ്രിട്ടാസും പ്രതിനിധി സംഘത്തിൽപ്പെട്ടതോടെ വാ പൊത്തി. സത്യം പറഞ്ഞാൽ പ്രതിപക്ഷത്തിൽ വാ തുറന്ന് മോദിക്കെതിരെ തിരിയാൻ സാധ്യതയുള്ളവരെ മുഴുവൻ വിദേശത്തേക്ക് അയച്ച് വാ മൂടിക്കെട്ടുന്ന വലിയ തന്ത്രമാണ് ഇവിടെ കേന്ദ്രം പയറ്റിയത്. അതിനെതിരെ കൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ പോരാട്ടം. അതുകൊണ്ടാണ് ജോൺ ബ്രിട്ടാസിനെ കൂടി തൂക്കിയെടുത്തു വേണം തരൂരിനെ വെട്ടാനെന്ന് പറയാനും കാരണം.